പിന്നെ ഞാൻ ആരും ഇല്ലാത്തവളാണോ എന്ന് തോന്നിപ്പോവാ. സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ? അമ്മയെ പോലെ സാറിന് എന്നെ ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടോ? ഞാൻ സാറിന് മുന്നിൽ അഭിനയിക്കണമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എല്ലാം സാറ് മുഖേനയാ. സാറിനെ കുറിച്ച് മറ്റുള്ള സിഇഒമാര് പറയുന്നത് കേൾക്കണം. ചെറുപ്പക്കാരനായ ഒരു മിടുമിടുക്കൻ സിഇഒ ആണെന്നാ എല്ലാരും പറയുന്നത്. പിന്നെ സാറിന് 5 സ്റ്റാർ റേറ്റിംഗാ എല്ലാവരും ചെയ്യുന്നത്. മതി, കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. ഇവൻ എന്റെ മോന. ഞാനാ ഇവനെ വളർത്തിയത്. അവന്റെ മഹിമ മറ്റൊരാള് എന്നോട് പറയണ്ട. ഞാൻ ചോദിച്ചത് നിന്റെ വിശേഷണങ്ങളല്ല, കമ്പനിക്കാര്യം മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോന്നാ. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ 2 അക്ഷരത്തിൽ തീരുന്ന ഒരു മറുപടി എനിക്ക് തന്നാ മതി. കമ്പനി നല്ലപോലെ തന്നെ അമ്മ പോന്നേ. അത് മാത്രം അറിഞ്ഞാ മതി. ഇനി നിനക്ക് പോവാം. നിനക്ക് മാത്രം. നിന്റെ ഭാര്യയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ പുറത്തിറങ്ങി നിൽക്ക്. നീ പേടിക്കൊന്നും വേണ്ട. നിന്റെ ഭാര്യയെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. നീ ചെല്ല്. ചോദിക്കാനുള്ള കാര്യം മറ്റൊന്നുമല്ല. മണിമാല എപ്പ കിട്ടും? അതല്ലേ അറിയേണ്ടത്. കൊറേ കാലമായില്ലേ ഇത് തന്നെ കേൾക്കുന്നു. വേറൊന്നും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനില്ലെന്നും എനിക്കറിയാം. വേറെ എന്താ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്? എന്റെ മകന് ഒരു ഭർത്താവ് എന്ന നിലയിൽ നീ എത്ര മാർക്ക് കൊടുക്കുന്നു? അതോ എന്റെ മോന്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണെന്നോ? അങ്ങനെയൊക്കെ ചോദിക്കാൻ നിന്നെയും അവനെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്നെ ഒരു മരുമകളായി ഞാൻ അംഗീകരിക്കണമെങ്കിൽ ആദ്യം നീ രാജരക്തത്തിൽ പിറന്നതാണോ എന്നറിയണം. അങ്ങനെ ഒരു സംശയം എന്റെ ഉള്ളിൽ നിൽക്കുന്ന കാലം നീ മറ്റൊന്നും സ്വപ്നം കാണണ്ട. ഞാൻ സ്വപ്നം കാണും. കാരണം എന്റെ രക്തത്തിൽ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം സ്വപ്നം കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. അത് മണിമാല ഞാൻ കയ്യിൽ കൊണ്ടുവന്ന് വച്ച ശേഷം നിങ്ങൾ വിശ്വസിച്ചാ മതി. അങ്ങനെ എന്നെ വിശ്വസിപ്പിക്കണം നീ. അത് നിന്റെ ഉത്തരവാദിത്തമാ. എന്റെ മകൻ കെട്ടിത്തന്ന നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് പകരമായി ഈ കുടുംബത്തോട് നീ ചെയ്യുന്ന ഉപകാരം. എന്റെ ആ ഉപകാരസ്മരണയാണ് അർജുനൊപ്പം നീ ആഗ്രഹിച്ച നിന്റെ ജീവിതം. നീ മിടുക്കിയാണെന്നൊക്കെ എനിക്കറിയാം. നിന്റെ നിലനിൽപ്പിന് നീ ഏതറ്റം വരെയും പോകും. അങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ നീ എന്നോട് കള്ളം പറയുന്നതാണെങ്കിൽ നിന്നെ ഞാൻ മണ്ണിനടിയിൽ വെട്ടിത്താഴ്ത്തും. പറഞ്ഞില്ലാന്ന് വേണ്ട. അതൊക്കെ വെറുതെ തോന്നുന്നതാ. വയസ്സായതിന്റെ ലക്ഷണങ്ങളാ ഇതൊക്കെ. മണിമാല ഞാൻ നിങ്ങൾക്ക് തന്നാലും ഇല്ലെങ്കിലും ഞാൻ അർജുൻ സാറിന്റെ ഭാര്യ തന്നെയാ. പിന്നെ എപ്പോഴും നിങ്ങൾ അത് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നോണ്ടാ ഞാനത് തരാന്ന് പറഞ്ഞത്. തരാമെന്ന് ഐശ്വര്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നിരിക്കും. ഞാൻ തരുമ്പോ നിങ്ങളത് വാങ്ങും. അതിനു മുമ്പുള്ള ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങുന്ന ഒരാളല്ല ഞാൻ. അത് മനസ്സിലാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം.
ഉം. ആ അമ്മ എന്താ പറഞ്ഞേ? സാറിന്റെ അമ്മയ്ക്ക് ഇതുവരെയും എന്നെ വിശ്വാസം വന്നിട്ടില്ല. അത് തന്നെ കാര്യം. എന്താ ഈശ്വര്യ, എന്താ കാര്യം? കാര്യം ഞാൻ സാറിനോട് പറഞ്ഞില്ലേ? അമ്മയ്ക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ലെന്ന് പറഞ്ഞ അതെന്താ അങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇപ്പോഴും മരുമകളായി കാണാൻ അമ്മയ്ക്ക് പറ്റിയിട്ടില്ലെന്ന് വെച്ചാ? കുത്തി കുത്തിയുള്ള ഓരോ ചോദ്യങ്ങളും സംശയത്തോടുള്ള നോട്ടവും. എനിക്ക് അമ്മയില്ലാത്തോണ്ട് സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കുന്നത്. എന്നിട്ട് എന്നോട് ഇപ്പോഴും അവർക്ക് സംശയമാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ സാർ അത് സഹിക്കേണ്ടത്? അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് വളർന്നു വന്നവളാ ഞാൻ. ഇവിടെ വന്നപ്പോഴാ അവരെയൊക്കെ എനിക്ക് കിട്ടിയത്. സാറും അമ്മയും അച്ഛനും മഹിയും ഒക്കെയാ എന്റെ എല്ലാം. ഒരു മകളുടെ, ഏട്ടത്തെ അമ്മയുടെ, അങ്ങനെ ഇവിടെ എല്ലാവരുടെയും സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നിയത്. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ എന്റെ മനസ്സ് തകർന്നു പോവുക. പിന്നെ ഞാൻ ആരും ഇല്ലാത്തവളാണോ എന്ന് തോന്നിപ്പോവാ. സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ? അമ്മയെ പോലെ സാറിന് എന്നെ ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടോ? ഞാൻ സാറിന് മുന്നിൽ അഭിനയിക്കണമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ഐശ്വര്യ ജീവിച്ചിരിക്കില്ല. താൻ എന്തൊക്കെയാണ് പറയുന്നേ? എനിക്ക് തന്നെ ഒരു സംശയമില്ല. പിന്നെ അമ്മയുടെ കാര്യം അതെനിക്കറിയില്ല. തന്നെ ഈ ലോകത്ത് ആരംഗീകരിച്ചില്ലേലും ഞാൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഉത്തമയായ ഒരു ഭാര്യയായിട്ടും നല്ലൊരു ഫ്രണ്ടായിട്ടും, അങ്ങനെ എല്ലാ തരത്തിലും. അതുപോലെ എനിക്ക്